ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ളൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കടല 5 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കുക. തലേ ദിവസം രാത്രി ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം കടല അല്പം ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കുക. 3 വിസിൽ കേട്ടാൽ മതി. ഇനി നമുക്കിതിനേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്ന മീറ്റ് മസാല അതിട്ടാൽ മതി. പിന്നെ പെരുംജീരകം, ഇത്രയും ഇട്ട് നല്ലതുപോലെ അരച്ച് ഈ ഒരു പരുവത്തിലെടുക്കുക. ഇനി ഇതിന് ശേഷം പാൻ ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിക്കുക. ഇനി സവാള, പച്ചമുളക് ഇതൊക്കെ ഇതിലോട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാളയിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം പെട്ടെന്ന് വാടി കിട്ടും. സവാളയിലൊക്കെ ഉപ്പ് പിടിക്കുകയും ചെയ്യും. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. സവാളയ്ക്കൊപ്പം തക്കാളി ഇട്ട് കൊടുക്കരുത്, സവാള വാടി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ സവാള അല്പം വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കടല മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഒഴിക്കുക. 1/4 ഭാഗം കടല മതിയാകും. അത് നമുക്ക് പിന്നീട് പേസ്റ്റ് ആക്കി ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കടല അല്പനേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഈ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി മാറ്റി വെച്ചിരിക്കുന്ന കടലയെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതിന് മിക്സറിലിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക. കടലക്കറിക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുന്ന കറിക്ക് നല്ല ഗ്രേവി ഉണ്ടാവില്ലേ, തിക്കായിട്ടുള്ള. അപ്പോൾ അങ്ങനത്തിന് വേണ്ടിയിട്ടൊരു ടിപ്സാണ്. നമ്മൾ ആ കടല തന്നെ നല്ലതുപോലെ അരച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന. ഇത് നല്ലതുപോലെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി കടു താളിക്കാനുള്ളത് റെഡിയാക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കടു താളിക്കാം. ഇതിനായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, മുളക്, കറിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ നെയ്യിലോട്ട് കടുക്, വെളുത്തുള്ളി, തേങ്ങ ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. നല്ല ബ്രൗൺ നിറമായതിനു ശേഷം മുളകും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളിയിൽ വറുക്കുമ്പോഴാണ് നല്ല മണം വരുന്നത്. അതും ഈ നെയ്യിൽ വറുക്കുമ്പോൾ നല്ല മണമാണ്. കടു താളിക്കാനുള്ളത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ഒന്നാം തരം കടലക്കറിയാണ്. നല്ല രുചിയുള്ള കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. Okay, bye-bye. Take care.